വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബ്ലെൻഡിങ് അസിസ്റ്റൻറ്റ് ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അതിൽ പാർട്ട് 3 കെമിസ്ട്രിയിൽ വരുന്ന 5 മാർക്ക് പോർഷൻ ആയിട്ടുള്ള ആൽക്കഹോൾ ആൻഡ് ഫീനോൾ എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ, നോമൻക്ലാച്ചർ, സ്ട്രക്ചർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആൻഡ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്, ദെൻ സം കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾസ്. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് ഈ ഒരു ഭാഗത്തിൽ വരുന്നത്. നമുക്കപ്പോൾ നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. ആൽക്കഹോൾ ആൻഡ് ഫീനോൾ ആർ 2 classes of organic compound that are widely studied in chemistry. അപ്പോൾ ആൽക്കഹോൾ ആൻഡ് ഫീനോൾ എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ 2 ക്ലാസ്സസ് ആണ്. അപ്പോൾ അത് കെമിസ്ട്രിയിൽ വൈഡ്ലി സ്റ്റഡി ചെയ്യുന്ന ഒന്നാണ്. ആൽക്കഹോൾസ് ആർ ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻ എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു എ കാർബൺ ആറ്റം. അപ്പോൾ എന്താണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്? ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതിലൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതായത് OH ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതൊരു കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ദേ ആർ ടിപ്പിക്കലി റെപ്രസെൻറ്റഡ് ബൈ ദ ജനറൽ ഫോർമുല ROH, വേർ R ഈസ് എൻ ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് ഇത് ടിപ്പിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ROH എന്നാണ്. ഇതിൽ R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ടൈപ്സ് ഓഫ് ആൽക്കഹോൾസ്. ഫസ്റ്റ് പറയുന്നത് മോണോഹൈഡ്രിക് ആൽക്കഹോൾസ് ആണ്. അവിടെ 1 OH ഗ്രൂപ്പാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെത്തനോള്, എത്തനോള്, പ്രൊപ്പനോൾ എന്നൊക്കെ പറയുന്നത്. ദെൻ രണ്ടാമത് വരുന്നത് പോളിഹൈഡ്രിക് ആൽക്കഹോളാണ്. അവിടെ മൾട്ടിപ്പിൾ OH ഗ്രൂപ്പുകളാണ് ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ വരുന്നത് ഗ്ലിസറോള്, എത്തിലിൻ, ഗ്ലൈക്കോള്, ഇതൊക്കെയാണ് വരുന്നത്. മൂന്നാമതായി വരുന്നത് ആരോമാറ്റിക് ആൽക്കഹോൾസ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നോക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ബോയിലിംഗ് പോയിൻ്റ് ആണ്. ദാറ്റ് ഇൻക്രീസസ് വിത്ത് മോളിക്കുലർ വെയിറ്റ്. മോളിക്കുലർ വെയിറ്റിനനുസരിച്ച് അത് ഇൻക്രീസ് ആവുന്നു. സോലുബിലിറ്റി ആണ് രണ്ടാമത് പറയുന്ന ഒരു പ്രോപ്പർട്ടി. ജനറലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ഓർഗാനിക് സോൾവെൻറ്റ്സ്. ദെൻ മൂന്നാമതായി പറയുന്നത് റിയാക്ടിവിറ്റി ആണ്. റിയാക്ടിവിറ്റിയിൽ പറയുന്നത് ഇറ്റ് ക്യാൻ അണ്ടർഗോ സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ ആൻഡ് ഓക്സിഡേഷൻ റിയാക്ഷൻസ്. അപ്പോൾ എന്തൊക്കെ റിയാക്ഷൻസിൽ അത് വിധേയമാവുന്നുണ്ട്? സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ എലിമിനേഷൻ ആൻഡ് ഓക്സിഡേഷൻ റിയാക്ഷന് ഇത് വിധേയമാവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആൽക്കഹോളിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫീനോളിനെ കുറിച്ചിട്ടാണ്. ഫീനോൾസ് ആർ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ഡയറക്ട്ലി ടു എ ബെൻസീൻ റിങ്. അതായത് ഫീനോൾ എന്ന് പറയുന്നത് ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. അതിലൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അതൊരു ബെൻസിൻ റിങ്ങുമായിട്ടായിരിക്കും അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരിക്കുക. ദെൻ ടൈപ്സ് ഓഫ് ഫീനോൾ നോക്കുകയാണെങ്കിൽ മോണോഹൈഡ്രിക് ഫീനോൾ ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഫീനോൾ, ക്രെസോൾ എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് പോളിഹൈഡ്രിക് ഫീനോൾസ് ആണ്. അതിൽ വരുന്നതാണ് കാറ്റക്കോൾ ആൻഡ് റീസോസിനോൾ. അപ്പോൾ ഈ രണ്ടെണ്ണം വരുന്നത് പോളിഹൈഡ്രിക് ഫീനോളിലാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫീനോള്. ഫസ്റ്റ് പറയുന്നത് അസിഡിറ്റി ആണ്. മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ ഡ്യൂ ടു റെസനൻസ് സ്റ്റെബിലൈസേഷൻ. അതായത് ഈ ഒരു റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആൽക്കഹോളിനേക്കാളും കുറച്ചുകൂടി മോർ അസിഡിക് ആയിരിക്കും ഈ ഒരു ഫീനോൾ എന്ന് പറയുന്നത്. ദെൻ ബോയിലിംഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ജനറലി ഹയർ ദാൻ ആൽക്കഹോൾ. ആൽക്കഹോളിനേക്കാളും ജനറലി അത് ഹയർ ആയിരിക്കും. ദെൻ സോലുബിലിറ്റി നോക്കുകയാണെങ്കിൽ മോഡറേറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ, മോർ സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്. വാട്ടറിൽ ഇത് മോഡറേറ്റ്ലി സോലുബിൾ ആയിരിക്കും. കുറച്ച് കൂടുതലായിട്ട് സോലുബിൾ ആയിട്ടുള്ളത് ഓർഗാനിക് സോൾവെൻറ്റിലായിരിക്കും. ദെൻ നാലാമതായി പറയുന്നത് റിയാക്ടിവിറ്റി ആണ്. ഇറ്റ് ക്യാൻ അണ്ടർഗോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഓക്സിഡേഷൻ ആൻഡ് കണ്ടൻസേഷൻ. ഇനി നമുക്ക് ആൽക്കഹോളും അതുപോലെ തന്നെ ഫീനോളും തമ്മിലുള്ള കീ ഡിഫറൻസസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്ട്രക്ചർ വൈസ് ആയിട്ടാണ് നോക്കുന്നത്. ആൽക്കഹോളിന് ഒരു OH അറ്റാച്ച്ഡ് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അത് കാർബൺ ആറ്റവുമായിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത്. പക്ഷേ ഫീനോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഒരു ബെൻസിൻ റിങ്ങുമായിട്ടായിരിക്കും അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. രണ്ടാമത് പറയുന്നത് അസിഡിറ്റി ആണ്. ഫീനോൾ എന്ന് പറയുന്നത് ആൽക്കഹോളിനേക്കാളും മോർ അസിഡിക് ആയിരിക്കും. ദെൻ റിയാക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഫീനോൾ എന്ന് പറയുന്നത് മോർ റിയാക്റ്റീവ് ദാൻ ആൽക്കഹോൾസ്. ഇതിനൊരു റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആൽക്കഹോളിനേക്കാളും കുറച്ചുകൂടി മോർ റിയാക്റ്റീവ് ആയിരിക്കും ഈ ഒരു ഫീനോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ ആൽക്കഹോൾ ആൻഡ് ഫീനോൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ വാരിയസ് വേ ബേസ്ഡ് ഓൺ ദിയർ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് റിയാക്ടിവിറ്റി. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, റിയാക്ടിവിറ്റീസ് ഒക്കെ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ആൽക്കഹോളിനെയും അതുപോലെ തന്നെ ഫീനോളിനെയും പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം.
ആൽക്കഹോളിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ബേസ് ചെയ്തിരിക്കുന്നത് OH ഗ്രൂപ്പിൻ്റെ നമ്പറിനെ നോക്കിയിട്ടാണ്. അപ്പോൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് OH ഗ്രൂപ്പ് നമ്പറിനെ ബേസ് ചെയ്തിട്ട് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ മോണോഹൈഡ്രിക് ആൽക്കഹോളാണ്. നമ്മൾ ഓൾറെഡി ടൈപ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ OH ഗ്രൂപ്പ് ഒന്നേ ഉണ്ടായിരിക്കുള്ളൂ. അതിൽ വരുന്ന എക്സാമ്പിൾസാണ് മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ എന്നിവ. ദെൻ കണ്ടിന്യൂഷനായിട്ട് വന്നതാണ് കേട്ടോ. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് പോളിയോഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ പോളി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് മൾട്ടിപ്പിൾ OH ഗ്രൂപ്പാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഗ്ലിസറോൾ, എഥിലിൻ, ഗ്ലൈക്കോൾ എന്നിവ. രണ്ടാമത് വരുന്ന ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ടൈപ്സ് ഓഫ് കാർബൺ ആറ്റം അറ്റാച്ച്ഡ് ടു OH. ഈ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ആറ്റത്തിൻ്റെ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതിൽ വരുന്നത് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ അറ്റാച്ച്ഡ് ടു എ പ്രൈമറി കാർബൺ. അപ്പോൾ ഈ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്രൈമറി കാർബണുമായിട്ടായിരിക്കും. അതിൽ വരുന്ന എക്സാമ്പിളാണ് മെത്തനോൾ, എത്തനോൾ എന്നിവ. ദെൻ രണ്ടാമത് വരുന്നത് സെക്കൻഡറി ആൽക്കഹോളാണ്. പേര് പോലെ തന്നെ സെക്കൻഡറി കാർബൺ ആറ്റവുമായിട്ടായിരിക്കും OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൽ വരുന്നതാണ് പ്രൊപ്പനോൾ. ദെൻ ടേർഷ്യറി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ അത് ടേർഷ്യറി കാർബൺ ആറ്റമായിട്ടായിരിക്കും അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൽ വരുന്ന എക്സാമ്പിളാണ് 2-മീഥൈൽ പ്രൊപ്പനോൾ. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ ചെയിൻ സ്ട്രക്ചറാണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെയാണ് സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കഹോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൽക്കൈൽ ചെയിൻ. അപ്പോൾ അതിലെ എക്സാമ്പിൾ വരുന്നതാണ് മെത്തനോൾ, എത്തനോൾ. രണ്ടാമത് വരുന്നത് ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കഹോൾസ് ആണ്. അപ്പോൾ അതിൽ വരുന്നതാണ്, അതായത് ആൽക്കൈൽ ചെയിൻ വിത്ത് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ വരുന്നതാണ് 2-മീഥൈൽ പ്രൊപ്പനോൾ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് വരുന്നത് സൈക്ലിക് ആൽക്കഹോളാണ്, അല്ലെങ്കിൽ ഒരു റിംഗ് സ്ട്രക്ചർ ആയിരിക്കും അതിനുണ്ടായിരിക്കുക. അപ്പോൾ അതിൽ വരുന്ന എക്സാമ്പിളാണ് സൈക്ലോ ഹെക്സനോൾ എന്ന് പറയുന്നത്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ ആരോമാറ്റിസിറ്റി ആണ്. ആരോമാറ്റിസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 2 ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ആലിഫാറ്റിക് ആൽക്കഹോൾ അല്ലെങ്കിൽ നോൺ ആരോമാറ്റിക് ആൽക്കഹോൾ എന്ന് പറയുന്നു. അപ്പോൾ അതിൽ വരുന്ന എക്സാമ്പിൾ മെത്തനോൾ, എത്തനോളാണ്. ദെൻ ആരോമാറ്റിക് ആൽക്കഹോൾ അല്ലെങ്കിൽ ആരോമാറ്റിക് റിംഗ് എന്ന് പറയാം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കഹോളിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ഫീനോളിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ഈ OH ഗ്രൂപ്പിൻ്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ടൈപ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. മോണോഹൈഡ്രിക് ഫീനോൾ ഉണ്ടായിരിക്കും, അതിൽ ഒരു OH ഗ്രൂപ്പ് മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഫീനോൾ, അതുപോലെ തന്നെ ക്രിസോൾ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് പോളിയോഹൈഡ്രിക് ഫീനോളാണ്, അതിൽ മൾട്ടിപ്പിൾ OH ഗ്രൂപ്പാണ് ഉള്ളത്. അതിൽ വരുന്ന എക്സാമ്പിളാണ് കാറ്റഹോൾ, അതുപോലെ തന്നെ റീസോസിനോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് അടുത്തത് പറയുന്നത്. ഫസ്റ്റ് വരുന്നൊരു ക്ലാസിഫിക്കേഷനാണ് ഓർത്തോഫീനോൾ. ഇതിൻ്റെ OH ഗ്രൂപ്പ്സ് ഇൻ 1-2 പൊസിഷൻ ആയിരിക്കും OH ഗ്രൂപ്പ് ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ വരുന്നത് കാറ്റഗോളാണ്. ദെൻ രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെറ്റാഫീനോളാണ്. മെറ്റാഫീനോൾ എന്ന് പറയുമ്പോൾ അത് 1-3 പൊസിഷനിലായിട്ടാണ് OH ഗ്രൂപ്പ് വരുന്നത്. അതിന് എക്സാമ്പിളാണ് റീസോസിനോൾ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത് വരുന്നൊരു ക്ലാസിഫിക്കേഷനാണ് പാരാഫീനോൾസ്. പാരാഫീനോൾസിൽ പറയുന്നത് അതിലുള്ള OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1-4 പൊസിഷനിലാണ് കാണിക്കുന്നത്. എക്സാമ്പിൾ വരുന്നത് ഹൈഡ്രോക്വിനോൺ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ ദ സബ്സ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ, അതിനനുസരിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫീനോൾസ്, അതിന് എക്സാമ്പിളാണ് ഫീനോൾ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫീനോൾ. അതിന് എക്സാമ്പിളാണ് ക്രെസോൾ, അതുപോലെ തന്നെ മീഥൈൽ ഫീനോൾ. ദെൻ അതിൽ വരുന്ന രണ്ടാമതൊരു എക്സാമ്പിളാണ് സൈലിനോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈമീഥൈൽ ഫീനോൾ എന്നും പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അതിലത്തെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ സിമ്പിൾ ഫീനോളാണ്. സിമ്പിൾ ഫീനോളിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫീനോൾ, ക്രിസോളാണ് എക്സാമ്പിൾ വരുന്നത്. രണ്ടാമത് പറയുന്നത് ഹൈഡ്രോക്സി ഫീനോൾസ് ആണ്. അതിൽ വരുന്നത് കാറ്റക്കോളും അതുപോലെ തന്നെ റിസോസിനോളും ആണ് എക്സാമ്പിൾ വരുന്നത്. മൂന്നാമതായിട്ട് വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് മീതോക്സി ഫീനോൾ എന്ന് പറയുന്നത്. അതിൽ വരുന്ന എക്സാമ്പിളാണ് ആനിസോൾ, അതുപോലെ തന്നെ ഗ്വൈക്കോൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫീനോൾ ആണ് നോക്കുന്നത്. അപ്പോൾ ആൽക്കഹോളിൻ്റെ കാര്യം നമുക്ക് ഫസ്റ്റ് എടുക്കാം.
ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദ ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ കണ്ടെയ്നിങ് ദ OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള കാർബൺ ചെയിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. റീപ്ലേസ് ദ സഫിക്സ് ഇ വിത്ത് ഓൾ ഇൻ ദ പാരൻറ്റ് ആൽക്കൈൻ നെയിം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ സഫിക്സിലുള്ള ഈനെ റീപ്ലേസ് ചെയ്തിട്ട് ഓൾ വെച്ചിട്ട് ചേർക്കുക. ആ ഒരു പാരൻറ്റ് ആൽക്കലൈൻ നെയിമിൽ ഓൾ ചേർക്കുക. ദെൻ മൂന്നാമതായി പറയുന്നത് നമ്പർ ദ കാർബൺ ആറ്റം ഇൻ ദ ചെയിൻ സ്റ്റാർട്ടിങ് ഫ്രം ദ എൻഡ് ക്ലോസർ ടു ദ OH ഗ്രൂപ്പ്. ദെൻ നാലാമതായി ചെയ്യേണ്ടത് അസൈൻ ദ ലോവസ്റ്റ് പോസിബിൾ നമ്പർ ടു ദ OH ഗ്രൂപ്പ്. ഒരു ലോവസ്റ്റ് പോസിബിൾ നമ്പർ ആയിരിക്കണം നമ്മൾ ഈ ഒരു OH ഗ്രൂപ്പിന് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. നോമൻക്ലാച്ചറിൽ വരുന്ന കുറച്ച് ജനറൽ റൂൾസ് എന്താ നോക്കാം. ഇപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ എൻഡിങ് ഇൻ ആനോൾ ആയിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെത്തനോൾ, അതുപോലെ തന്നെ എത്തനോൾ. ദെൻ സെക്കൻഡറി ആൽക്കഹോൾസ് ആണെങ്കിൽ എൻഡിങ് ആനോൾ, അതും എൻഡിങ് ആനോൾ ആയിരിക്കണം. അപ്പോൾ എക്സാമ്പിൾ പറയുന്നത് പ്രൊപ്പനോൾ. ദെൻ ടെർഷ്യറി ആനോൾ ആണെങ്കിലും അത് ഓൾ വെച്ചിട്ടായിരിക്കണം എൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ വരുന്ന എക്സാമ്പിളാണ് 2-മീഥൈൽ പ്രൊപ്പനോൾ. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് IUPAC റൂൾസ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് യൂസ് പ്രിഫിക്സസ് ഒക്കെ യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ ഒരു മെയിൻ ചെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ യൂസ് സഫിക്സസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻഡിക്കേറ്റ് മൾട്ടിപ്പിൾ OH ഗ്രൂപ്പ്. അതുപോലെ മൂന്നാമതായി പറയുന്ന ഒരു IUPAC റൂളാണ് യൂസ് നമ്പേഴ്സ് ടു ലൊക്കേറ്റ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആൻഡ് OH ഗ്രൂപ്പ്. അപ്പോൾ OH ഗ്രൂപ്പിനെയും സബ്സ്റ്റിറ്റ്യൂവൻസിനെയും ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളാണ് 3 എക്സാമ്പിളാണ് താഴെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്പെഷ്യൽ കേസസ് ആണ്. അപ്പോൾ സ്പെഷ്യൽ കേസസിൽ അപ്പോൾ അത് ഹൈഡ്രോക്സി ബെൻസീൻ ആ ഒരു കേസിലാണെങ്കിൽ യൂസ് ഹൈഡ്രോക്സി പ്രിഫിക്സ്. അവിടെ ഹൈഡ്രോക്സി പ്രിഫിക്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഹൈഡ്രോക്സി ബെൻസീൻ. അതുപോലെ രണ്ടാമതായിട്ട് പറയുന്ന ഒരു സ്പെഷ്യൽ കേസാണ് അമിനോഫിനോൾ. അവിടെ നമ്മൾ അമിനോ പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4-അമിനോഫിനോൾ. നെക്സ്റ്റ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ഈ ഒരു പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സ്ട്രക്ചേഴ്സ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് 4 പറയുന്നത്. ഹൈഡ്രോക്സിൽ ഒന്നാമത്തെയാണ് ഹൈഡ്രോക്സിൽ എന്ന് പറയുന്നത്, OH. ദെൻ പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ഫോർത്ത് വണ്ണാണ് ടെർഷ്യറി ആൽക്കഹോൾ. അപ്പോൾ ഇതൊക്കെയാണ് ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളായിട്ട് വരുന്നത്. ഫീനോൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നോക്കുകയാണെങ്കിൽ ഫീനോളിക് ഹൈഡ്രോക്സിൽ, അതായത് OH അറ്റാച്ച്ഡ് ടു ദ ബെൻസീൻ റിങ്. ദെൻ രണ്ടാമത് വരുന്നത് മോണോഹൈഡ്രിക് ഫീനോൾ. തേർഡ് വണ്ണാണ് പോളിഹൈഡ്രിക് ഫീനോൾ, അതായത് മൾട്ടിപ്പിൾ OH ഗ്രൂപ്പ്. അപ്പോൾ ഈ 3 ഫീനോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആയിട്ട് വരുന്നത്. ഇതുകൂടാതെ അതർ റിലേറ്റഡ് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് എന്നിവ. കുറച്ച് കീ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിറ്റർമൈൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് റിയാക്ടിവിറ്റി. ഈ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് കെമിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ റിയാക്ടിവിറ്റീനെയും ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൽക്കഹോൾ ആൻഡ് ഫീനോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് അസിഡിറ്റി, ബേസിസിറ്റി ആൻഡ് സോലബിലിറ്റി. അപ്പോൾ അസിഡിറ്റി, ബേസിസിറ്റി അതുപോലെ തന്നെ സോലബിലിറ്റീനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ഒരു ആൽക്കഹോൾ ആൻഡ് ഫീനോൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. അണ്ടർസ്റ്റാൻഡിങ് ഫങ്ഷണൽ ഗ്രൂപ്പ് സ്ട്രക്ചേഴ്സ് ഹെൽപ്സ് പ്രെഡിക്റ്റ് കെമിക്കൽ ബിഹേവിയർ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറിനൊക്കെ മനസ്സിലാക്കുന്നത് വഴി അത് ഈ ഒരു കെമിക്കൽ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ സഹായിക്കുന്നുണ്ട്. ദെൻ സം കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് മോണോഹൈഡ്രിക് ആൽക്കഹോൾസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് മെത്തനോൾ എന്ന് പറയുന്നത്. അപ്പോൾ മെത്തനോളിൻ്റെ യൂസസ് എന്ന് പറയുന്നത് എന്താ? സോൾവെൻ്റ് ആണ്, ആൻറ്റി ഫ്രീസ്, ഫ്യൂവൽ, മാനുഫാക്ചറിങ് ഫോർമാലിഹൈഡ്. ദെൻ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ പെയിൻറ്റ്, അതുപോലെ തന്നെ കോട്ടിങ്സ്, അഡ്ഹസീവ്സ്, പ്ലാസ്റ്റിക്സ്, ഇതിലെല്ലാം ഈ ഒരു മെത്തനോൾ യൂസ് ചെയ്യുന്നുണ്ട്.
രണ്ടാമത് വരുന്ന മോണോഹൈഡ്രേറ്റ് ആൽക്കഹോളാണ് എത്തനോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസസ് എവിടെയൊക്കെയാണ് വരുന്നത്? ബിവറേജ് ഇൻഡസ്ട്രീസ്, ബയോഫ്യൂൽ, സോൾവെൻറ്റ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസിലൊക്കെയാണ് ഇതിൻ്റെ യൂസസ് വരുന്നത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബിയർ, വൈൻ, സ്പിരിറ്റ്, ഗ്യാസോളിൻ, അഡിക്റ്റീവ്, അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസേഴ്സ്. അപ്പോൾ ഇതിലൊക്കെയാണ് എത്തനോളിന് അപ്ലിക്കേഷൻസ് വരുന്നത്. മൂന്നാമതായി വരുന്നത് പ്രൊപ്പനോളാണ്. പ്രൊപ്പനോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂസസ് വരുന്നത് സോൾവെൻറ്റ്, ക്ലീനിങ് ഏജൻറ്റ്സ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക് ഇൻഡസ്ട്രി, ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ യൂസസ് വരുന്നത്. അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ പെയിൻറ്റ്, കോട്ടിംഗ് അഡ്ഹസീവ്സ്, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ്, ഇതിലൊക്കെയാണ് പ്രൊപ്പനോളിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. ദെൻ വരുന്നത് ബ്യൂട്ടനോളാണ്. ബ്യൂട്ടനോളിൻ്റെ യൂസസ് നോക്കുകയാണെങ്കിൽ സോൾവെൻറ്റ്, പ്ലാസ്റ്റിസൈസർ, അതുപോലെ തന്നെ ഫ്യൂവൽ, മാനുഫാക്ചറിങ്, ബ്യൂട്ടൈൽ അസറ്റേറ്റ്. അപ്പോൾ ഇതിലൊക്കെയാണ് ഇതിൻ്റെ യൂസസ് വരുന്നത്. അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ പെയിൻറ്റ്, കോട്ടിംഗ് അഡ്ഹസീവ്സ്, പ്ലാസ്റ്റിക്സ്, ടെക്സ്റ്റൈൽസ്, ഇവിടെയൊക്കെ ഈ ഒരു ബ്യൂട്ടനോളിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോണോഹൈഡ്രിക് ആൽക്കഹോൾസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് പോളിഹൈഡ്രിക് ആൽക്കഹോൾസ് ആണ്. അതിലത്തെ ഫസ്റ്റ് വൺ ആണ് ഗ്ലിസറോള്. അപ്പോൾ ഗ്ലിസറോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂസസ് എവിടേക്കാണ് വരുന്നത്? ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ്, ഫുഡ് ഇൻഡസ്ട്രി, എക്സ്പ്ലോസീവ്സ്, ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ യൂസസ് വരുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ സോപ്പുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ ടൂത്ത് പേസ്റ്റ്, ഫുഡ് അഡിക്റ്റീവ്സ്, അതുപോലെ തന്നെ പ്രൊപ്പലൻസ്. അപ്പോൾ ഇതിലൊക്കെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എഥിലിൻ ഗ്ലൈക്കോളാണ്. അപ്പോൾ ഇതിൻ്റെ യൂസസ് വരുന്നത് ഇത് ആൻറ്റി ഫ്രീസ് ആയിട്ടും, അതുപോലെ തന്നെ കൂളൻ്റ്, സോൾവെൻറ്റ്, മാനുഫാക്ചറിങ്, പോളി എസ്റ്റർ, അപ്പോൾ ഇതിലൊക്കെയാണ് ഇതിൻ്റെ യൂസസ് വരുന്നത്. അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഓട്ടോമോട്ടീവ്, HVAC, ടെക്സ്റ്റൈൽസ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്സ്, ഇവിടെയൊക്കെയാണ് എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. മൂന്നാമതായി പറയുന്നത് പ്രൊപ്പിലിൻ ഗ്ലൈക്കോളാണ്. അപ്പോൾ അതിൻ്റെ യൂസസ് എവിടെയൊക്കെയാണ് വരുന്നത്? ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ്, ഫുഡ് ഇൻഡസ്ട്രി, സോൾവെൻറ്റ്, ഇതിലൊക്കെയാണ് വരുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്, ഫുഡ് അഡിക്റ്റീവ്സ്, പിന്നെ പെയിൻസ്. അപ്പോൾ ഇവിടേക്കാണ് ഈ ഒരു പ്രൊപ്പലിൻ ഗ്ലൈക്കോളിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ആരോമാറ്റിക് ആൽക്കഹോൾസ്. അപ്പോൾ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരോമാറ്റിക് ആൽക്കഹോൾസ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ബെൻസൈൽ ആൽക്കഹോൾ. അപ്പോൾ ഇത് സോൾവെൻറ്റ്, ഫ്രാഗ്രൻസ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ്, ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ യൂസസ് വരുന്നത്. അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ പെർഫ്യൂംസ് ഉണ്ടാക്കുന്നതിന്, ഫ്ലവേഴ്സ്, മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ്, ഇതിലൊക്കെയാണ് ഈ ഒരു ബെൻസൈൽ ആൽക്കഹോളിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. സെക്കൻഡ് വൺ വരുന്നത് സാലിസൈൽ ആൽക്കഹോളാണ്. അപ്പോൾ ഇതിൻ്റെ യൂസസ് വരുന്നത് ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ്, ഫുഡ് ഇൻഡസ്ട്രിയിലൊക്കെയാണ് വരുന്നത്. അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആസ്പിരിൻ, അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്റ്റ്, ഫുഡ് അഡിക്റ്റീവ്സിലൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. ഇത് കൂടാതെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽക്കഹോൾസ് ആണ്. ഫസ്റ്റ് വൺ ഐസോപ്രൊപ്പനോൾ എന്ന് പറയുന്നത്. അത് സോൾവെൻറ്റ്, ക്ലീനിങ് ഏജൻറ്റ്, ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സിലൊക്കെ ഇതിൻ്റെ യൂസസ് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിലൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ ഒരു ഐസോപ്രൊപ്പനോൾ കൂടുതലായും യൂസ് ചെയ്യുന്നത്. ദെൻ ടേർഷ്യറി ബ്യൂട്ടനോൾ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് സോൾവെൻറ്റ്, ഫ്യൂവൽ, മാനുഫാക്ചറിങ് അഡിക്റ്റീവ്സ്, അതിലൊക്കെയാണ് ഇതിൻ്റെ യൂസസ് വരുന്നത്. ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ പെയിൻസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടിങ്സ്, അഡ്ഹസീവ്സ്, അതുപോലെ തന്നെ ഫ്യൂവൽസ്, ഇതിലൊക്കെയാണ് ഈ ഒരു ടേർഷ്യറി ബ്യൂട്ടനോളിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഈ ഒരു മെത്തനോളിനെ കുറിച്ചിട്ട്. നമുക്കത് കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് നോക്കാം. അതിൻ്റെ യൂസസ് വരുന്നത് ഫ്യൂവലായിട്ടും, സോൾവെൻറ്റ്, ആൻറ്റി ഫ്രീസ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, ഫോർമാൽഡിഹൈഡ്, ഇവിടേക്കാണ് ഇതിൻ്റെ യൂസസ് വരുന്നത്. ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫ്യൂവലായിട്ടാണെങ്കിൽ ഗ്യാസോളിൻ അഡിക്റ്റീവ്, അതുപോലെ തന്നെ ബയോ ഡീസൽ, അതൊക്കെയാണ് ഫ്യൂവലായിട്ട് വരുന്നത്. സോൾവെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ്, കോട്ടിങ്സ്, അഡ്ഹസീവ്സ് ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ ആൻറ്റി ഫ്രീസ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമോട്ടീവ്, HVAC. ദെൻ ഫോർമാൽഡിഹൈഡ് പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്ലാസ്റ്റിക്സ്, റെസിൻസ്, അഡ്ഹസീവ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ദെൻ എത്തനോൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്, കുറച്ച് ഡീറ്റെയിൽ ആയി നോക്കുന്നതെന്ന് മാത്രം. യൂസസ് നോക്കുകയാണെങ്കിൽ ബിവറേജ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബയോഫ്യൂവൽ, സോൾവെൻറ്റ്, ഫാർമസ്യൂട്ടിക്സിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബിവറേജ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ബിയർ, വൈൻ, സ്പിരിറ്റ്, ഇതിലൊക്കെയാണ് വരുന്നത്. ബയോഫ്യൂവൽ ആണെങ്കിൽ ഗ്യാസോളിൻ അഡിക്റ്റീവ്സ്, പിന്നെ E85 ഫ്യൂവൽ,
ദെൻ സോൾവെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ്, ക്ലീനിങ് ഏജൻറ്റ്സ്. ദെൻ ഫാർമസ്യൂട്ടിക്കൽസ് നോക്കുകയാണെങ്കിൽ മെഡിക്കേഷൻ അതുപോലെ തന്നെ വാക്സിൻസ്, ഇതൊക്കെയാണ് ഈ ഒരു എത്തനോളിൻ്റെ യൂസസ് വരുന്നത്. ഗ്ലിസറോൾ നോക്കുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ്, ഫുഡ് ഇൻഡസ്ട്രി, എക്സ്പ്ലോസീവിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ നോക്കാം. ഫാർമസ്യൂട്ടിക്കൽസിലാണെങ്കിൽ ഇത് മെഡിക്കേഷൻ അതുപോലെ തന്നെ വാക്സിൻസ് ആയിട്ടാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ദെൻ കോസ്മെറ്റിക്സിലാണെങ്കിൽ സോപ്പ്, ലോഷൻസ്, ടൂത്ത് പേസ്റ്റ്. ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഫുഡ് അഡിറ്റീവ്സ്, സ്വീറ്റ്നേഴ്സ് ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ദെൻ എക്സ്പ്ലോസീവ് ആണെങ്കിൽ പ്രൊപ്പലൻസ്, ഫയർ വർക്ക്സ്, അതിലൊക്കെയാണ് ഈ ഒരു ഗ്ലിസറോൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ബെൻസൈൽ ആൽക്കഹോളാണ്. അപ്പോൾ ഇതിൻ്റെ യൂസസ് വരുന്നത് സോൾവെൻറ്റ്, ഫ്രാഗ്രൻസ്, ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ് ആണ്. ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ഫ്രാഗ്രൻസിലാണെന്നുണ്ടെങ്കിൽ ഇത് പെർഫ്യൂംസ്, ഫ്ലവേഴ്സിലൊക്കെയാണ് ഇത് ആപ്ലിക്കേഷൻ വരുന്നത്. ഫാർമസ്യൂട്ടിക്കൽസിൽ സെയിം തന്നെ മെഡിക്കേഷനും അതുപോലെ തന്നെ വാക്സിൻസും ആണ്. കോസ്മെറ്റിക്സിലാണെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ്, പിന്നെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്, അതൊക്കെയാണ് കോസ്മെറ്റിക്സിൽ വരുന്നത്. സോൾവെൻ്റ് ആയിട്ടാണെങ്കിൽ അത് പെയിൻറ്റ്, കോട്ടിങ്സ്, അഡ്ഹസീവ്സ്, ഇതിലൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇൻഡസ്ട്രി സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓട്ടോമോട്ടീവാണ് പറയുന്നത്. അവിടെ മെത്തനോൾ ആൻറ്റി ഫ്രീസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എത്തനോൾ ബയോഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ് നോക്കുകയാണെങ്കിൽ അവിടെ എത്തനോൾ, ഗ്ലിസറോൾ, ബെൻസൈൽ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കോസ്മെറ്റിക്സ് ആണെങ്കിൽ ഗ്ലിസറോൾ, ബെൻസൈൽ ആൽക്കഹോൾ, ഐസോപ്രൊപ്പനോളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫുഡ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഗ്ലിസറോൾ, എത്തനോൾ. പിന്നെ പെയിൻറ്റ് ആൻഡ് കോട്ടിങ്സ് ആണെങ്കിൽ അവിടെ മെത്തനോൾ, എത്തനോൾ, ഐസോപ്രൊപ്പനോളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്.